റൊസാരിയും വിത്താലയും 2025 ഒക്ടോബർ 13. എത്രയും ദയുള്ള മാതാവേ എന്ന പ്രാർത്ഥന നടത്തുമ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കുണ്ടാകേണ്ട മനോഭാവത്തെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. പ്രാർത്ഥനയിൽ പറയുന്നത് പോലെ അപേക്ഷിക്കുന്ന വ്യക്തി അനുതാപത്തിൻ്റെ കണ്ണുനീരൊഴുക്കുന്ന ഹൃദയവുമായാണ് പരിശുദ്ധ അമ്മയെ സമീപിക്കുന്നത്. വിശുദ്ധ ജോൺ ബോസ്കോ പറയുന്നത്, പരിശുദ്ധ മാതാവിനോട് കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ ആ കണ്ണുനീർ തുള്ളികൾ നിഷ്ഫലമാകില്ല എന്നാണ്. നമ്മൾ കണ്ണീരോടെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ വീഴുന്ന കണ്ണുനീർ തുള്ളികൾ ഒരിക്കലും പരിശുദ്ധ മറിയം ഉപേക്ഷിക്കുകയില്ല. മറിച്ച് അവ ഒരമ്മ എന്ന നിലയിൽ തൻ്റെ പ്രിയസുതൻ്റെ പക്കൽ സമർപ്പിക്കും. തീർച്ച. ഈ ഉറപ്പോടു കൂടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധന്മാർ കണ്ണുനീരിനെ ആത്മാവിൻ്റെ ഭാഷയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകൻ പറയുന്നത്, നമ്മുടെ കണ്ണീരോടെയുള്ള പ്രാർത്ഥന ആയുസ്സ് വർദ്ധിപ്പിക്കുമെന്നാണ്. ഈ വലിയ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്, വിശ്വാസിയുടെ കണ്ണുനീർ വാക്കുകളേക്കാൾ ശക്തിദായകവും ആത്മാവിനെ കഴുകി വിശുദ്ധീകരിച്ച് ദൈവസന്നിധിയിലേക്ക് നയിക്കുന്നതുമെന്നാണ്. ആശ്വാസകരമാണ് വിശുദ്ധ അഗസ്റ്റിൻ്റെ ഈ ചിന്തകൾ. സങ്കീർത്തകൻ ഈ ചിന്ത തന്നെയാണല്ലോ, ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി, ദൈവമേ നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല എന്ന് പറയുമ്പോൾ വെളിവാക്കുന്നത്. പഞ്ചക്ഷതധാരിയായ വിശുദ്ധ പാദ്രി പിയോ പറയുന്നത്, പരിശുദ്ധ മറിയത്തിൻ്റെ മുന്നിൽ നമ്മൾ ഓരോ കണ്ണുനീർ തുള്ളികളും വിലമതിക്കാനാവാത്ത മുത്തുമണികളായി തിരുസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്നു എന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്നറിയപ്പെടുന്ന പൗരസ്ത്യ സഭാപിതാവായ വിശുദ്ധ എഫ്രേം പ്രാർത്ഥിക്കുന്നത്, കണ്ണുനീരിൻ്റെ പ്രവാഹധാരയിൽ എൻ്റെ പാപത്തിൻ്റെ കറകൾ കഴുകിക്കളയാൻ കരുണ ചൊരിയണമേ എന്നാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത മാതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ യാചനകൾ സ്വീകരിക്കണമേ. ആവേ മരിയ.